നമസ്കാരം. 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 വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ? അയ്യപ്പൻ റോഡിൽ നിപ്പുണ്ടായിരുന്നു. വൃശ്ചിക മാസമായിട്ടും ചൂടിന് ഒരു കുറവുമില്ല. ഗോവിന്ദൻ നായർ തന്ന ജാതകക്കുറിപ്പ് ബഹുകേമാത്രേ. 8-7 പൊരുത്തം. അതങ്ങനെ വരൂ. ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ. ജാതകവശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിയിൽ എത്തുന്നു പറഞ്ഞു പൊതുവാള്. ഏതോ സ്കൂളിലെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ? അതൊക്കെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാലോ. മോളെ മായേ, ഒന്നിങ്ങോട്ട് വരിക. ആരാ വരണേ? അകന്നൊരു ബന്ധുവാ. പറഞ്ഞിട്ടെന്താ? ബുദ്ധിസ്ഥിരതയില്ല, മൂസന്റെ ചികിത്സയിലാ. ഗോപി അപ്പുറത്തേക്ക് ചെല്ലേ. തൽക്കാലം ഒന്നും വേണ്ട. അമ്മാവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് അറിയണം. അതാ എനിക്കും അറിയണ്ട. എന്താ നിന്റെ ഭാവം? സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല. ഞങ്ങളുടെ വിവാഹക്കാരി ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ. ആരാ ഈ നമ്മള്? അറിയില്ല അല്ലേ? മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞാനത് നിറവേറ്റും. മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നെങ്കിൽ അത് പാണാട്ട ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ ഇരിക്കെ. എടാ, ഭ്രാന്താണെങ്കിൽ ആശുപത്രി പോയി കിടക്കണം. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ. മായയുടെ അച്ഛനായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. കാണിക്കൂ. മോളങ്ങോട്ടാ? ഇന്ദു ചേച്ചിനെ കാണാൻ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാനാ. കയ്യിലെന്താ? ഒന്നുമില്ല. കയ്യിലെന്താണെന്ന് അതിങ്ങ് തരൂ. ഞാൻ തരില്ല. ഇന്ദു ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാവോ? ഞാൻ തരാനാ പറഞ്ഞത്. എന്റെ ഇന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഇന്ദുവിനേക്കാളേറെ എനിക്കുണ്ട്. പിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇന്ദു വരുമോ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവുമോ? മറുപടിക്കായി കാത്തുകൊണ്ട് വിജയേട്ടൻ. വിജയ! ഗോപിയേട്ട. ഗോപിയേട്ടനോ? ആരാണോ നിന്റെ ഗോപിയേട്ടൻ? ഇരുന്ന് സംസാരിക്കാം, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്താണ് എന്റെ അർത്ഥം? ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചോ നിങ്ങൾ? അവളുടെ രക്ഷകർത്തൃത്വം നീ ഏറ്റെടുക്കണ്ട. നീ വിളിച്ചെടുത്ത് ഇറങ്ങി വരാൻ അവളൊരു അനാഥ പെണ്ണുമല്ല. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നടത്തി കാണിച്ചു തരാം. എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? പറയൂ, പറയൂ. അതറിഞ്ഞിട്ട് ബാക്കി എന്താണ് നിനക്ക് ചെയ്യാനുള്ളത്? എനിക്ക് ഇന്ദുവിന്റെ ചേട്ടനായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും അപ്പുണ്ണിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ഒരു സുദർശന ഹോമം, പിന്നെ ദേവിക്കൊരു തിറയാട്ട്. ഹോമോ തിറേ അസുഖം വന്ന ഡോക്ടറെ കാണണം. ചികിത്സിച്ച് മാറ്റുന്ന രോഗം തന്നെ അത്. അതിപ്പോ ഹരി, ഇത് സാധാരണ പോലൊരു അസുഖമല്ലല്ലോ. അതന്നെയാ പറഞ്ഞത്. അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കാണണം. അവനെ കൊണ്ടുപോയി ഭ്രാന്തന്മാരുടെ ഡോക്ടറെ കാണിക്കണമെന്നാണോ നീ പറയണേ? അമ്മയുടെ വർത്താനം കേട്ട തോന്നും ഇതാരോ മനഃപൂർവ്വം വരുത്തി വെച്ചതെന്ന്. അമ്മയെ ഭ്രാന്ത് ഒരു രോഗം തന്നെയാണ്. അതിപ്പോ എങ്ങനെ ഗോപി ഒന്ന് അറിയിക്കുക? ഞാൻ പറഞ്ഞോളാം ഏട്ടനോട്. സാവധാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ ഈശ്വര. ഭഗവതി കാക്കണേ. അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ? എന്ത് പറ്റി നിന്റെ നെറ്റിയില്? കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ കൂലി. ഇപ്പൊ എനിക്ക് ഭ്രാന്താത്രേ. അമ്മ കൂടി ഇതിന് കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ നാവിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ. ഏട്ടനെ ഏത് ഡോക്ടറെയാടാ നീ കാണിക്കാൻ പോണം? അതിനു മുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട്. എന്താ നിന്റെ ഭാവം? നേരം നോക്കി ആഹാരം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇല്ല. പെൺകുട്ടികൾ ഏത് വഴിക്കാ പോണെന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ ഒളിച്ചോടാൻ പോവാത്രേ. ഞാൻ അവൾക്ക് ആരുമല്ല. എങ്കിൽ പിന്നെ അതൊന്നും കാണുമല്ലോ. എന്താ ഗോപി ഇത്? ഈ ഉമ്മറത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാം കാര്യങ്ങൾ. വീട്ടുകാരെ സമ്മതിച്ചില്ലാച്ച ഒളിച്ചോട്ടം.
എവിടെ പോയി ഒളിക്കോളി നീ? ആശയമോഹം തീരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നൊന്ന് കരഞ്ഞു തീർത്താൽ മതിയല്ലോ അല്ലേ? ഇന്ദു, നിനക്കെന്താ അവിടെ കാര്യം? ഗോപി ഇവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ വന്നത്. എന്ത് തീരുമാനം? മകന്റെ പോക്കിത്തരങ്ങൾക്കെല്ലാം നിങ്ങളും കൂട്ടുവെക്ക. അനാവശ്യം പറയരുത്. എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്ന് എന്നെ ഭരിക്കാൻ തുടങ്ങുന്നോ? ഗോപി, നീ എന്തായി കാട്ടണേ? വീട്ടിലുള്ള തോന്നിയാസം കാണിച്ച പിന്നെ തോന്നിവാസമെങ്കിൽ തോന്നിവാസം. ഇന്ദു, എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ വിളിക്കുന്നത്. എന്നെ വിശ്വാസമെങ്കിൽ നിനക്കിറങ്ങി വരാം. ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവൾ ഈ പടി കടന്ന് പുറത്തേക്ക് വരില്ല. ഗോപി, നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മയെ പറയണേ? ഇവന്റെ വീട്ടിൽ ചെന്ന് എന്നെ ഇവൻ അപമാനിച്ചു. വീണ്ടും അധികാരം കാട്ടാനെത്തിയിരിക്കുന്ന ഇവനെ നിലവിളക്ക് വെച്ച് ഞാൻ സ്വീകരിക്കണോ? നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ഇപ്പൊ പോണം. അമ്മേ, ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അവൾ എന്റെ കൂടെ ജീവിക്കൂ. അത് തീരുമാനിക്കേണ്ട നീയല്ല. ഇന്ദു, ഞാനാ വിളിക്കുന്നത്. എന്നെക്കാൾ വിശ്വാസം നിനക്ക് തെമ്പിയല്ലേ? ഡോക്ടർ, നമ്മൾ തമ്മിൽ പലതവണ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് വെച്ച്. ഞാൻ ഗോപിനാഥൻ. അവസാനമായിട്ട് വൈഫായിട്ട് ഒരു കാഞ്ചീപുരം സാരി എടുത്തു, മെറൂൺ കളർ. അതിന് മാച്ചിങ് ആയി ബ്ലൗസ് പീസ് ഞങ്ങളുടെ കടയിൽ ഇല്ലാത്തതുണ്ട് ഞാൻ വേറൊരു കടയിൽ പോയി സംഘടിപ്പിച്ചു തന്നു. ഓർക്കുന്നുണ്ട്. ആ, ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്കൊരു അസുഖമില്ല. വേണമെങ്കിൽ സാറ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? അടുത്ത കാലത്തായി ബന്ധുക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവരെങ്ങനെ മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയണം. മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഡോക്ടർ. കാരണം? പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ല. എന്തായാലും ഗോപിയെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും. അയ്യോ, അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു. ശരി ഡോക്ടർ. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ, പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല. സി മിസ്റ്റർ ഗോപി, ഭ്രാന്തുള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത്. മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ടെൻഷൻ റിലീവ് ചെയ്ത് കിട്ടാൻ ഞങ്ങളുടെ ചികിത്സ സഹായിക്കണം. ഡോക്ടർ, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഡോക്ടർ ദിവസം ഇവിടെ ഒന്ന് കണ്ടോളാം. ഒരു രോഗിയായിട്ടല്ല, കുറച്ചു ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടെ കഴിയാൻ പോകുന്നത്. ഡോക്ടർ പ്ലീസ്, അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖമില്ല. പേടിക്കാനൊന്നുമില്ല. എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ, അതായത് മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം. ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല. അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ യൂണിഫോം പോലും ഞാൻ അയാൾക്ക് കൊടുക്കുന്നില്ല. എനിക്ക് അസുഖമൊന്നുമില്ല ഡോക്ടർ, പ്ലീസ്. ഞാൻ പറയുന്നു, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ബഹളം വെക്കരുത്. എന്നെ വിശ്വസിക്കും ഡോക്ടർ. എനിക്ക് അസുഖമൊന്നുമില്ല. എനിക്ക് ഒരു രോഗവുമില്ല ഡോക്ടർ. പ്ലീസ് പ്ലീസ് ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും ഡോക്ടർ. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് എന്ന് നീ ഇത് കൊടുത്തല്ലോ ദൈവമേ. ഗോപിയുടെ നാളെ തന്നെ ഇങ്ങെത്തില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ? സ്കൂള് വിട്ടന്ന് തുടങ്ങിയതാ. എന്റെ മോൻ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ്. അച്ഛൻ മരിച്ചേ പിന്നെ
സുഖം എന്താണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായമ്മേ? അസുഖം ഉണ്ടായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണത് സാധാരണയല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനവൻ. ഹിന്ദുവിനെ തല്ലിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വബോധം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുവോ? ഗോപിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ ധിക്കരിക്കാൻ പാടില്ലെന്ന് ഇന്ദു ഓർക്കണ്ടേ? ഇവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോപിയേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല. തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരി, ഗോപിയേട്ടനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. നാളെ ഞാനും വരട്ടെ ഗോപിയേട്ടനെ കാണാൻ. അവര് സമ്മതിക്കുമെന്നറിയില്ല. അല്ലെങ്കിലും മായെടുത്തി വരാതിരിക്കുക നല്ലത്. ഞാനും വരും. എനിക്കെന്റെ ഗോപിയേട്ടനെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി സ്വബോധമുള്ള ആരെങ്കിലും വരും എന്നൊരു കെട്ടാ. അപ്പൊ ഇന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്? എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തമാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ടുകാർ മെനക്കെടുവോ? ഭ്രാന്ത് ഒന്നും നിർത്തണ്ടോ? ഈ ബഹളം വെക്കണ കേട്ടാ ഇപ്പൊ ഭ്രാന്ത് ഗോവിന്ദേട്ടനാന്ന് തോന്നും. ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. നീ വരുന്നുണ്ടോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പോഴേ ഗോവിന്ദേട്ടാ, ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട, ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. വരിക. ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. ഞാൻ കണ്ടു. മേനാഞ്ചേട്ടൻ ഇവിടെ എത്തി. നമ്മുടെ അർഷദ് മേത്തയായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 10,000 രൂപ മിസ്സിങ്. അത് പനമല കുഞ്ഞിരാമനാർക്ക് കൊടുത്തോ തട്ടകത്ത വർഗീസിന് കൊടുത്തോ ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല, അതെ. നിങ്ങൾക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 11 12 15 16 15 17 18 19 പോയാ പാട്ടെ. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തോട്ടെ എത്ര ദിവസമായി അറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടൊന്ന് പോകത്തില്ല. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷേ ഇനി എവിടെ കഴിയാണെങ്കിൽ എനിക്കില്ലാത്ത ഭ്രാന്ത് വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കും. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം.
പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല, മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ?